ക്രിസ്റ്റഫർ നോളൻ്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് ദി ഓഡിസി ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം ഇപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ചിട്ട് നോളൻ ചെയ്ത പ്രോജക്റ്റുകളിൽ ദ മോസ്റ്റ് എക്സ്പെൻസീവ് പ്രോജക്റ്റ് ആയിരിക്കും ഓഡിസി. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ VFX CGI ഒന്നും ക്രിസ്റ്റഫർ നോളൻ ഒട്ടും താല്പര്യമില്ല. പുള്ളിക്കാരൻ എല്ലാം റിയലായിട്ട് വേണം. ഈ ഒരു സ്റ്റോറി, അതായത് ഏൻഷ്യൻ്റ് ഗ്രീക്ക് മിത്തോളജിയാണ് പുള്ളി പറയാനായിട്ട് പോകുന്ന സ്റ്റോറിയിലുള്ളത്. ഇതിനകത്ത് 3 ഹെഡഡ് സീ മോൺസ്റ്ററുമായിട്ടുള്ള ഫൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ്, അങ്ങനെയാണ് ഇതിനകത്ത് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതെങ്ങനെ റിയലായിട്ട് ചെയ്തു എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. ഇനി വല്ല കാട്ടിലും പോയിട്ട് വല്ല അനക്കോണ്ടയൊക്കെ പിടിച്ചുകൊണ്ട് ഒരു പുള്ളി, എനിക്ക് തോന്നുന്നത് അതൊക്കെയാണ്. അതായത് VFX ഇല്ലാണ്ട് റിയൽ ആയിട്ട് വേണം. അതായത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റഫർ നോളൻ റിലേറ്റഡ് മീംസും ഉണ്ട്. അത് ഭയങ്കര രസമാണ്. പുള്ളിക്കാരൻ ഇപ്പം ഒരു ബോംബ് ബ്ലാസ്റ്റ് വേണം, അല്ലെങ്കിൽ ഒരു ബിൽഡിങ് തകർക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിങ് പണിയുന്നു, ഇത് തകർത്തേത് ബോംബിട്ട് വെച്ച് തകർത്തേക്കെന്നുള്ള രീതിയിലാണ് പുള്ളി. ഇപ്പം ഇത് എങ്ങനെ ഈ ഒരു, ഇനി പറയാൻ പറ്റില്ല, ഒരു എൻ്റയർ ആ ഒരു വേൾഡ് തന്നെ പുള്ളി വേറെ എവിടെയെങ്കിലും സെറ്റ് ഇടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ഭ്രാന്തനാണ് ക്രിസ്റ്റഫർ നോളൻ. അടുത്തൊരു ഓസ്കാറിന് വേണ്ടിയിട്ടാണ് പുള്ളി ഈ സിനിമ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ടോം ഹോളണ്ടൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നല്ലൊരു, അതായത് സ്പൈഡർമാൻ അല്ലാണ്ട് നല്ലൊരു സിനിമയില്ല എന്നുള്ളൊരു പേരെന്നല്ലോ, അതൊക്കെ മാറി കിട്ടും. എന്തായാലും ഭയങ്കര വെയിറ്റിംഗ് ആണ് ഈ ഒരു സിനിമ കാണാനായിട്ട്.